പണ്ടാരോ പറഞ്ഞു നീ വാഴ നീ പാഴ വെള്ളത്തിൽ വരച്ച വര ഉപയോഗശൂന്യന അവനെ പോലെയാക നീ ഇവനെ പോലെയാക നീലവന്മാരോട് പോകാൻ പറ നീയായ മതി. പണ്ടെങ്ങാണ്ടോ ആരോ വാഴ വെച്ചേ വളവുമിട്ടേ ഹലോ ഹലോ, ഇത് കൊളത്തറ പോലീസ് സ്റ്റേഷൻ അല്ലേ? അല്ല, വെട്ടുകാട് വള്ളി. ജിന്നയുടെ സംസാരിക്കേ. നിനക്കറിയത്തില്ല ഈ പണ്ട് പോലീസിന് പേടിയൊന്ന്. നീ അങ്ങോട്ട് സംസാരിച്ചു. ഒരു മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യാനുണ്ട്. എന്റെ കൂടെ താമസിക്കുന്ന എന്റെ കസിനെ കാണാനില്ല ഇന്നലെ രാത്രി തൊട്ട്. ഓക്കെ മാം, അഡ്രസ് ഒന്ന് പറയാമോ? അതിപ്പം ആ ഫോൺ ഇങ്ങതാ. നമ്മുടെ വില്ലിമലയിലോട്ട് പോകുന്ന ഒരു ആൽമരം ഉണ്ട്. അവിടെ നിന്ന് തിരിയുമ്പോ ഒരു കാട് പിടിച്ച സ്ഥലം കാണാം. അതിന്റെ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോ 2 വീടുണ്ട്. പിന്നെ ഇപ്പൊ അടയാളം പറയാനാണെങ്കിൽ അവിടെ റോഡിനടുക്ക് ഒരു ചക്ക വീണ് കിടപ്പുണ്ട്. ഇല്ലേ, സോറി സർ, ചക്ക നമ്മളെ വിട്ടുപോയി. ഇനിയിപ്പോ 2 വീടുണ്ടെന്ന് പറഞ്ഞില്ലെന്നോ. ആദ്യം ഒരു വീട്ടിന്റെ കട്ടിളപ്പടിയില് ഒരു സൂപ്പർമാർക്കറ്റ് ചട്ടി തൂക്കി ഇട്ടിട്ടുണ്ട്. അത് എന്തൊക്കെയോ വിച്ചും എഴുതിയിട്ടുണ്ട്. അത് മൈൻഡാക്കണ്ട, അതാണ് നമ്മുടെ വീട്. അങ്ങേരെ കൊണ്ട് ആദ്യമായിട്ടൊരു ഉപകാരം ഉണ്ടായേ. അതെന്തായാലും ആവട്ടെ. ഇതാണ് നമ്മുടെ അഡ്രസ് കേട്ടോ. ഇതെല്ലാം പ്രാങ്ക് കോൾ ആണോ? എന്റെ പൊന്നു സാറേ, ഇത് പ്രാങ്ക് കോൾ ഒന്നുമല്ല. നമ്മുടെ ചേച്ചി എങ്ങനെയും ഒന്ന് രക്ഷിക്കണം. നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക, ഞങ്ങൾക്ക് പറ്റുന്നത്ര വേഗത്തിൽ ഞങ്ങൾ അവിടെ എത്താം. ഓക്കെ, അപ്പൊ പോലീസിനെ വിളിച്ച് പറഞ്ഞല്ലോ. ഇനി നമ്മൾ എങ്ങോട്ടാ? തിരിച്ചു വീട്ടിൽ പോകാം. പോലീസോ? ഈ അഡ്രസ് ഇല്ലാത്ത പട്ടിക്കാട്ടിലെ വീട്ടിൽ അവർ എപ്പോ എത്തൂന്നാ? അപ്പോഴത്തേക്ക് ജനീച്ച് പരലോകം കാണും. നിങ്ങൾ എനിക്ക് കുറച്ച് ടൈം താ. ഈ വണ്ടി വല്ല റേഞ്ച് ഉള്ള സ്ഥലത്തോട് കൊണ്ടുപോണേ. എന്തിനാ? റേഞ്ച് വീടിന്റെ മോളില്ലേ? നിങ്ങളിവിടെ ആവശ്യമില്ലാതെ എന്തൊക്കെ ചെയ്യുന്നു? ഞാൻ പറയുന്ന കൂടെ ഒന്ന് ചെയ്യ്. ബ്രോ, താൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? കിഡ്നാപ്പിനെ ഹാക്ക് ചെയ്യാൻ പോവുകയാണോ? ചെറുതായിട്ട് ഇപ്പൊ തുരുമ്പിച്ചൊക്കെ ഇരിക്കുക. എന്നാലും നോക്കട്ടെ. നിങ്ങൾ അത് റേഞ്ച് ഉള്ള സ്ഥലത്തോട്ട് കൊണ്ടുപോകും. ഇനി മാസ്റ്റർ മൈൻഡിന് റേഞ്ച് ഇല്ലെന്ന് വേണ്ട. കുറച്ചുകൂടെ മുന്നിലോട്ട്, ലെഫ്റ്റ് റൈറ്റ് എടുക്കേട്ടാ. ഇനി മുന്നോട്ട് എടുത്താൽ മുകളിലോട്ട് എടുക്കാം. പെർഫെക്റ്റ് റേഞ്ച് ജിന്നേട്ടാ. ഇവരാണത് ഫോൺ എടുക്കാത്തേ. ജിന്നേട്ടന് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. നീ ഒന്ന് വിളിച്ചു നോക്ക്. ഞാനും ഇന്നലെ തൊട്ട് വിളിച്ചിട്ട് അവിടെ ആരും ഫോണൊന്നും എടുക്കുന്നില്ല. ജാക്സന്റെ ഫോണിന്റെ ലൊക്കേഷൻ ഒക്കെ സിമ്പിൾ ആയിട്ട് കിട്ടി. അവൻ പുനലൂർ റെയിൽവേ സ്റ്റേഷനും ഉണ്ട്. അയ്യേ, ഇത്ര പെട്ടെന്ന് ലൊക്കേഷൻ കിട്ടിയോ? അവനിത് ഫോൺ സ്വിച്ച് ഓഫ് പോലും ആക്കിയില്ല. അവൻ എത്ര പെട്ടെന്ന്? അല്ല, ഇതവൻ ആയിരിക്കത്തില്ല. അതിനിത് ജാക്സൺ അച്ചാച്ചൻ ഒറ്റയ്ക്കല്ലല്ലോ. ഇത് ജാക്സൺ അച്ചാച്ചനും കൂക്കിയും കൂടെയുള്ള ഒത്തുകളിയല്ലേ? പിന്നെ അല്ലാണ്ട് ജനിയച്ചെ കാണാതെ പോയ സമയം മൊത്തം ഇവൻ വീട്ടിലില്ലായിരുന്നു. ആദ്യം റോസിന് കപ്പലിന് വിട്ട് വാങ്ങിക്കാം, പിന്നെ അവന്റെ കൊരങ്ങനെ ചരിപ്പ് വാങ്ങിക്കാം. അതൊക്കെ വിട്. എന്തി പോലീസ് ഇതുവരെ ഇവിടെ എത്താത്തേ? പിന്നെ പോലീസിന് എത്താൻ പറ്റിയ സ്ഥലവും ഒരു അഡ്രസ്സും. പിന്നെ ആരാ ഞങ്ങക്ക് വീടെടുത്തത്? അപ്പൊ എന്ത് ഇനി ജാക്സനെ കണ്ടുപിടിക്കാൻ പോണോ? എന്തിനു വച്ചേ? കഥയുടെ ത്രില്ല് കൂട്ടാനോ? കാര്യമില്ല. ഇപ്പം ജെനിയായിട്ട് ആകെ കോണ്ടാക്ട് ഉള്ളത് ജാക്സൺ മാത്രം. ഒരാളെ മിസ് ചെയ്യാൻ കോണ്ടാക്ട് വേണമെന്ന് തന്നെ ഉണ്ടോ? അതായത് ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോ നൂഡിൽസ് കഴിക്കാൻ തോന്നുന്നു. പക്ഷെ എനിക്കിപ്പോ നൂഡിൽസിനെ കിട്ടോ? ഇല്ല. എനിക്ക് നൂഡിൽസിനെ വളരെ മിസ് ചെയ്യുന്നുണ്ട്. ഉണ്ട്. അതുപോലെ ജനീച്ചയെ ഇപ്പം ഒരു എക്സിന് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ജനീച്ച കോണ്ടാക്ട് ചെയ്യാൻ പോലും അങ്ങേർക്ക് പറ്റാത്ത അവസ്ഥയാണെങ്കിലോ? വേറെ എക്സിന് ഇപ്പം. അപ്പോൾ ആരാണ് നമുക്ക് ഉറപ്പില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് വീട്ടിൽ പോകുന്നതല്ലേ നല്ലത്? പോലീസിന്റെ ജോലിയല്ലേ കിഡ്നാപ്പിനെ കണ്ടുപിടിക്കുന്നത്, നമ്മുടെ അല്ലല്ലോ. അത് തന്നെ, നമുക്ക് വീട്ടിൽ പോവാന്ന്. അവിടെ അല്ല ലേഡി പോലീസ് വന്നെങ്കിൽ അവരെ ഒറ്റയ്ക്ക് നിർത്തുന്നത് മോശമല്ലേ? ഞാനാണ് കിഡ്നാപ്പർ. എന്റെ പടം എന്റെ കമാൻഡ് ഫോളോ ചെയ്യുകയാണ്. തന്നെ മോനെ തന്നെ. തെളിവെല്ലാം വെച്ച് നോക്കുമ്പോ ഇത് ജാക്സൺ അച്ചാച്ചനും കൂക്കിയും തന്നെയാ. അല്ലെങ്കിൽ കിഡ്നാപ്പർ വരുന്നേം പോകുന്നേം സമയമൊക്കെ ഇവൻ എങ്ങനെ അറിയാം? അത് കൂക്കിക്ക് കിഡ്നാപ്പർ എപ്പോ വരും പോകുന്ന അറിയാവുന്നതല്ല, കിഡ്നാപ്പർ അവൻ എപ്പോ വരും പോകുന്ന അറിയാവുന്നതാണെങ്കിലോ? നിങ്ങളിത് നോക്കിയേ.